ഇപ്പോഴിതാ ഒരു വലിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ താവളങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കിടയിൽ US ഇന്ത്യൻ നാവിക തുറമുഖങ്ങളെ ആശ്രയിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പറയുന്നത് ഡഗ്ലസ് മക്ഗ്രെയ്നർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ആരാണെന്ന് നോക്കാം. അമേരിക്കയുടെ ആഗോള സൈനിക നിലപാടിനെ കുറിച്ചുള്ള ശ്രദ്ധേയവും വിവാദപരവുമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതിരോധ വിശകലന വിദഗ്ധനും മുൻ US ആർമി കേണലുമായി ഡഗ്ലസ് മക്ഗ്രെയ്നർ US വിദേശ താവളങ്ങളും തുറമുഖ സ്ഥാപനങ്ങളും കൂടുതൽ ദുർബലമാകാൻ പോവുകയാണ് എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഭാവിയിൽ ഉയർന്ന തീവ്രതയുള്ള സംഘർഷത്തിൽ വാഷിംഗ്ടൺ ഇന്ത്യയെയും അതിന്റെ നാവിക തുറമുഖങ്ങളെയും ആശ്രയിക്കാൻ നിർബന്ധിതരാകും എന്നാണ് ഇപ്പോൾ മുൻ ആർമി കേണൽ US ആർമി കേണൽ ഡഗ്ലസ് മക്ഗ്രെയ്ൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. US മുന്നോട്ട് വിന്യസിച്ചിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രതിരോധ ശേഷിയെയും ഇൻഡോ പസഫിക് സുരക്ഷാ വാസ്തുവിദ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായിട്ടുള്ള ഭാരത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. അമേരിക്കൻ വിദേശ നയത്തെക്കുറിച്ചുള്ള തുറന്ന കാഴ്ചപ്പാടുകൾക്ക് പേരുകേട്ട വിരമിച്ച US ആർമി ഓഫീസറായിട്ടുള്ള മക്ഗ്രെയ്നർ ഒരു വലിയ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അമേരിക്കൻ താവളങ്ങളും തുറമുഖ സൗകര്യങ്ങളും നശിപ്പിക്കപ്പെടുകയോ നിർവീര്യമാക്കപ്പെടുകയോ ചെയ്യുമെന്നുള്ള വമ്പൻ പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ താവളങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, നമ്മുടെ തുറമുഖ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ഇന്ത്യയെയും അതിന്റെ നാവിക തുറമുഖങ്ങളെയും നമ്മൾ തിരിച്ചെടുക്കേണ്ടി വരുമെന്നാണ് അയാൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഏഷ്യയിലെ US ലോജിസ്റ്റിക്സിൽ സുസ്ഥിര വിശ്വസനീയമായിട്ടുള്ള പ്രാദേശിക പങ്കാളികളെ കൂടുതലായി ആശ്രയിക്കണം എന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. പേർഷ്യൻ ഗൾഫിലും പരിസര പ്രദേശങ്ങളിലും അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പ്രതികാരാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വാദം ഉയർന്നു വരുന്നത്. ഗൾഫിലെ സ്ഥലങ്ങൾ മുതൽ തുർക്കിയിലെ ഇൻസിർലിക് എയർബേസ് വരെയുള്ള ഒന്നിലധികം വ്യോമത്താവളങ്ങളും തുറമുഖങ്ങളും ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ടെന്നും മക്ഗ്രെയ്നർ എടുത്തു പറഞ്ഞു. കപ്പലുകൾ വീണ്ടും ലോഡ് ചെയ്യാനും മിസൈൽ സ്റ്റോക്കുകൾ നിറയ്ക്കാനും സേനയെ കാര്യക്ഷമമായി പുനഃസ്ഥാപിക്കാനും US നാവികസേനയുടെ കഴിവിനെ ഇത്തരം തടസ്സങ്ങൾ സാരമായി ബാധിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് നീളുന്ന വിപുലീകൃത വിതരണ ലൈനുകൾ, പരിമിതമായിട്ടുള്ള മിസൈൽ ഇൻവെന്ററികൾ, വിശാലമായ ദൂരങ്ങളിൽ സങ്കീർണമായ ആകാശ ഇന്ധനം നിറയ്ക്കൽ പ്രവർത്തനങ്ങളുടെ ആവശ്യകത എന്നിവ ലോജിസ്റ്റിക്സ് വെല്ലുവിളികളെ സങ്കീർണമാക്കുന്നു എന്നാണ് മക്ഗ്രെയ്നർ പറഞ്ഞിരിക്കുന്നത്. സാഹചര്യത്തിന് കാരണമായ ഭാഗ്യഘടകങ്ങളിലേക്കും മക്ഗ്രെയ്നറിന്റെ അഭിപ്രായങ്ങൾ വിരൽ ചൂണ്ടുന്നു. കൃത്യമായ ഇറാനിയൻ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിൽ ചൈനയും റഷ്യയും നൽകുന്ന ഉപഗ്രഹ രഹസ്യാന്വേഷണം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഇത് ശ്രദ്ധേയമായ തന്ത്രപരമായിട്ടുള്ള വിജയങ്ങൾക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത് വിശാലമായ പ്രാദേശിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി. സൈനിക ആസ്തികളെ മാത്രമല്ല വാണിജ്യ ഷിപ്പിംഗ് റൂട്ടുകളെയും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക താൽപര്യങ്ങളെയും ഇത് ബാധിച്ചു എന്നാണ് പ്രധാനമായും പറയുന്നത്. ഇന്ത്യൻ നാവിക തുറമുഖങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിനുള്ള പരാമർശം ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലെ US ഇന്ത്യ പ്രതിരോധ സഹകരണത്തിന്റെ ആഴം കൂട്ടാനുള്ള സാധ്യതയാണ് അടിവരയിടുന്നത് എന്നും ഇപ്പോൾ മഗ്രാത്ത് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.